മഹാനായ സൂഫി ഗുരു അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങൾ ഒരിക്കൽ നൈസാബൂരിലെ പട്ടണത്തിലൂടെ നടക്കുകയായിരുന്നു. വല്ലാതെ തണുപ്പുള്ള ഒരു ശൈത്യകാലമായിരുന്നു അത്. അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അടിമ ബാലൻ കട്ടി കുറഞ്ഞ ഒരു ഖമീസ് ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എതിർദിശയിൽ നിന്ന് നടന്നു വരുന്നത് കണ്ടു. തണുപ്പ് കാരണം ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വിറക്കുന്നുണ്ട്. മഹാനുഭാവന് ആ ചെറുപ്പക്കാരനോട് വല്ലാത്തൊരലിവ് തോന്നി. അസഹനീയമായ ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ചെറുപ്പക്കാരന് ഒരു കമ്പിളിപ്പുതപ്പ് വേണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. പക്ഷേ ദരിദ്രനായ ദർവീഷായ അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങളുടെ കയ്യിൽ അങ്ങനെയൊന്നില്ല. അപ്പോൾ ആ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് മഹാനുഭാവൻ ചോദിച്ചു, മോനെ, നിനക്ക് നിന്റെ യജമാനനോട് നല്ല കട്ടിയുള്ള ഒരു കമ്പിളിപ്പുതപ്പ് അല്ലെങ്കിൽ ഒരു ജുബ്ബ വാങ്ങിത്തരാൻ വേണ്ടി പറഞ്ഞൂടെ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഏയ്, ഞാനെന്തിനാണത് പറയുന്നത്? എൻ്റെ യജമാനൻ എന്നെ കാണാനും കേൾക്കാനൊക്കെ കഴിയും. എൻ്റെ അവസ്ഥകൾ എന്താണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാലോ. പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ യജമാനനോട് ചോദിക്കുന്നത്? അറിയാത്ത ഒരാളാണെങ്കിൽ അതൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ അറിയുന്ന യജമാനനോട് ഞാൻ എന്തിനാ ചോദിക്കണം? അത് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് നടന്നുപോയി. അവൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ഒരല്പസമയം അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങൾ ആ വഴിയിലിങ്ങനെ ചിന്തിച്ചു നിന്നു. കുറച്ചു സമയം അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും അദ്ദേഹം അവിടെ ബോധരഹിതനായി വീഴുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഓടിക്കൂടി. അല്പസമയം കഴിഞ്ഞ് അദ്ദേഹത്തിന് ബോധം തിരിച്ചു വന്ന് അദ്ദേഹം എണീറ്റിരുന്നപ്പോൾ അവിടെ കൂടിയ ആളുകൾ ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ നടന്നുപോയ വഴിയെ ചൂണ്ടിക്കൊണ്ട് മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങൾ പറഞ്ഞു, എന്താണ് ഈ സൂഫി ത്വരീഖത്തെന്ന്, ഈ ആധ്യാത്മിക വഴി എന്താണെന്ന് ആ ഇന്ത്യക്കാരനായ ചെറുപ്പക്കാരിൽ നിന്ന് തന്നെ പഠിക്കണം. ആ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് തങ്ങളെ അത്രമേൽ ചിന്തിപ്പിച്ചിരുന്നു. തന്നെ പരിപാലിക്കുന്ന, താൻ അങ്ങോട്ടേക്ക് ആവശ്യപ്പെടാതെ തനിക്കൊരു അസ്തിത്വം നൽകുകയും തന്നെ ഒരു മനുഷ്യനായി ഇവിടെ ജനിപ്പിക്കുകയും ചെയ്ത നാഥനോട്, തന്നെ സദാസമയവും കാണുകയും കേൾക്കുകയും തൻ്റെ അവസ്ഥകൾ മുഴുവനും അറിയുകയും ചെയ്യുന്ന നാഥനോട് നൈമിഷികമായ ഈ ലോകത്തെ പരാധീനതകൾ എന്തിനു പറയണം എന്നായിരുന്നു മഹാനുഭാവൻ അവിടെ ചിന്തിച്ചത്. തനിക്ക് വേണ്ടതെന്തോ അത് വേണ്ട സമയത്ത് വേണ്ട രൂപത്തിൽ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നവനാണ് യഥാർത്ഥ യജമാനനായ അല്ലാഹു. ആ ഒരു ശുഭാപ്തി വിശ്വാസം, ആ ഒരു യഖീൻ എന്നു മുതൽ ഒരാളുടെ ഹൃദയത്തിൽ ഉറക്കുന്നുവോ അന്ന് മാത്രമാണ് അവൻ ഈ തസവുഫിൻ്റെ വഴിയെ, ഈ സൂഫിസത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാൻ പ്രാപ്തനാവുകയുള്ളൂ.